നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരൻ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. ആരും അത് ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടോ നല്ലൊരു എക്സ്പേർട്ടിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് അല്ലെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അബ്യൂസേഴ്സിനെ പറ്റി പറയാറുണ്ട്, നാർസിസിസ്റ്റുകളെ പറ്റി പറയാറുണ്ട്, ഓക്കെ നമ്മളെ ഹേർട്ട് ചെയ്യുന്നവരെ, നമ്മൾ അബ്യൂസ് ചെയ്യുന്നത്, ഡാർക്ക് പേഴ്സണാലിറ്റി ഉള്ളവരെ പറ്റി പറയാറുണ്ട്. പക്ഷെ ഇതിനേക്കാളും ഒക്കെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഹൂ ഇസ് വേഴ്സ് ദാൻ ആൻ അബ്യൂസർ, ഒരു അബ്യൂസറിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഒരു അബ്യൂസറിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ടുള്ള ആൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും വരെ നമുക്ക് കാണാൻ പറ്റും. ഒരു അബ്യൂസർ അയാളുടെ ചില പേർപ്പസ്, അല്ലെങ്കിൽ അയാൾക്ക് ഒരാളെ അബ്യൂസ് ചെയ്യണമെന്ന് അയാൾക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് അതിനൊരു ന്യായീകരണമുണ്ട്. ഞാൻ ഒരാളെ എന്തുകൊണ്ട് അങ്ങനെ അബ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അയാളുടെ ഡാർക്ക് പേഴ്സണാലിറ്റിയിലായിരിക്കും, അയാൾക്ക് എംപത്തി ഇല്ല, അയാളുടെ രീതി അങ്ങനെ ആയിരിക്കും, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ വെൻ ദ വിക്ടിം ഇസ് ഗോയിങ് ത്രൂ ദാറ്റ് അബ്യൂസസ്, അപ്പോൾ ആ അബ്യൂസസിൽ വിക്ടിം അത് തിരിച്ചറിയുക എന്നുള്ളത് വരാതിരുന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അബ്യൂസറേക്കാളും വേഴ്സ്റ്റ് ആയിട്ട് വരുന്നത് ഏതൊരു വിക്ടിമാണോ എൻ്റെ മുകളിലേക്ക് അബ്യൂസാണ് വരുന്നത് തിരിച്ചറിയാത്തത്, അറിയാതിരിക്കുന്നത്, ആ വ്യക്തി വേഴ്സ്റ്റ് ആൻ അബ്യൂസറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അബ്യൂസറെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് ഈ വ്യക്തി ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഹി ഈസ് സറണ്ടറിങ് ടു ദി അബ്യൂസ്, ഹി ഈസ് ഗോയിങ് ത്രൂ ദാറ്റ് ഓർ ഷീ ഈസ് ഗോയിങ് ത്രൂ ദാറ്റ്. അപ്പോൾ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ദ വിക്ടിം ഹൂ ഈസ് നോട്ട് റെക്കഗ്നൈസിങ് or not raising their voice or not objecting, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അബ്യൂസിനോട് അവർ എതിര് പറയാതെ അതിനകത്തൂടെ പോകുന്ന വ്യക്തി ആരാണോ അയാൾ അബ്യൂസറിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നേ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് എന്ന് പറയുന്നത് ദ വേഴ്സ്റ്റ് പേഴ്സൺ, ദ മോസ്റ്റ്, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേഴ്സ്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഒരു വൾണറബിൾ ആയിട്ടുള്ള ആള് ഒരു അബ്യൂസിലൂടെ കടന്നു പോകുമ്പോൾ അയാളെ സഹായിക്കാതിരിക്കുന്ന ഒരു വ്യക്തി. അതായത് നമ്മൾ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഐ നീഡ് ടു പ്രൊട്ടക്ട് എ പേഴ്സൺ. അതായത് ഒരു അച്ഛൻ അമ്മ തൻ്റെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുക. അതായത് കുട്ടിക്കൊരു അബ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് സ്കൂളിലായാലും ശരി, അവരുടെ ബാക്കിയുള്ള സോഷ്യൽ സിനാരിയോസിലായാലും ശരി, വീട്ടിലായാലും ശരി, കുട്ടികൾ വളരെ ഡിപ്പെൻഡബിൾ ആണ്, വളരെ വൾണറബിൾ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കുട്ടികൾ, ഇപ്പൊ ഈ അടുത്തയിടെ നമ്മൾ കണ്ടു ചില കുട്ടികൾ റാഗിങ് കാരണം മരിച്ചു, അല്ലെങ്കിൽ അവർ സ്വയം ജീവൻ എടുത്തു എന്നൊക്കെ ഉള്ളത് നമ്മൾ കാണാറുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ നോക്കേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൾണറബിൾ ആയിട്ടുള്ള, ഈ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള, ഈ നിസ്സഹാരായ കുട്ടികളെ സംരക്ഷിക്കാനും ഉള്ള ആളുകൾ അവരെ അബ്യൂസേഴ്സ് ആകുമ്പോൾ ചില ആളുകൾ, അതായത് പേരൻസ്, അച്ഛൻ അമ്മ ടീച്ചേഴ്സ്, അങ്ങനെയുള്ളവർ, അവര് അതിന് മുതിരാതിരിക്കുക എന്ന് പറയുന്നതാണ് അബ്യൂസറിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ടുള്ള ആളുകൾ. അവരാണ് അബ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അബ്യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അബ്യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഫാദർ അബ്യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, മദർ അബ്യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ മദർ ഒരു കുട്ടിയെ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു വിരൽ പോലും മൂവ് ചെയ്യാതിരിക്കുന്ന അച്ഛൻ ആണ് ആ അബ്യൂസറിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ടുള്ള ആള്. അതുപോലെ തന്നെ തിരിച്ചു നമ്മുടെ ചുറ്റിനും അബ്യൂസസ് നടക്കുമ്പോൾ നമ്മളെല്ലാവരും ഒച്ചയെടുത്ത് ബഹളം വെക്കണം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ഒരാളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആ വ്യക്തിക്കാണ് ഒരു വിക്ടിമിനെ ഏറ്റവും നന്നായിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുകൊണ്ട് ബിൽഡ് ചെയ്തുകൊണ്ട് വരാനായിട്ട് പറ്റുക. ഇവിടെ പലപ്പോഴും വിക്ടിംസ് അവരുടെ അബ്യൂസസിനെ പറ്റി പറയുമ്പോൾ പല ആളുകളും അതൊന്ന് ചെവിക്കൊള്ളാൻ പോലും തയ്യാറാകുന്നില്ല. they just don't want to listen, they just don't want to understand. അങ്ങനെ വരുമ്പോൾ ഈ അബ്യൂസേഴ്സിനേക്കാളും കൂടുതലായിട്ട് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് വരുന്നത് അബ്യൂസ് കണ്ടുകൊണ്ട് ഒരു വിരൽ പോലും അനക്കാതിരിക്കുന്ന, അവരുടെ ജീവിതത്തിൽ പ്രൊട്ടക്റ്റീവ് ആകേണ്ടതായ ആളുകളാണ് അബ്യൂസേഴ്സിനേക്കാളും വേസ്റ്റ് ആയിട്ടുള്ള ആളുകൾ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നിടത്ത് ഒരു ഹസ്ബൻഡ് വൈഫിനെ സപ്പോർട്ട് ചെയ്യുകയും എല്ലാ വിഷമഘട്ടത്തിൽ കൂടെ നിൽക്കുകയും ചെയ്യേണ്ട ആളാണ്. അതുപോലെ തന്നെ തിരിച്ച് വൈഫും ഒരു ഹസ്ബൻഡിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ടിരിക്കുകയും വിഷമഘട്ടത്തിൽ കൂടെ നിൽക്കുകയും ചെയ്യേണ്ട ആളുകളാണ്. പക്ഷെ ഒരു ഹസ്ബൻഡിന്റെ നേരെ ഒരു അബ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ നമ്മുടെ വീടുകളിൽ നിന്നുള്ള നമ്മുടെ അപ്പനും അമ്മയോ സിബ്ലിങ്സോ ആരെങ്കിലും ആകട്ടെ,
അതുപോലെ തന്നെ വൈഫിന്റെ നേരെയും ഒരു അബ്യൂസ് വന്നു കഴിഞ്ഞാൽ, അവരുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ആരുമാകട്ടെ, അങ്ങനെ അബ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് കണ്ടില്ല കേട്ടില്ല പോട്ടെ എന്ന് വെക്കാനായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതല്ലാതെ അതൊരു അബ്യൂസ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ അബ്യൂസ് വരാതിരിക്കാനായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, അത് നിനക്കെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, നമുക്ക് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് ഒരിടത്തൊന്നും ഒരിക്കലും വരാറില്ല. പലപ്പോഴും പലയിടത്തും കാണുന്നത് അതിൻ്റെ അച്ഛനാണ്, അതിൻ്റെ അമ്മയാണ്, അതിൻ്റെ സഹോദരനാണ്, അതിൻ്റെ സഹോദരിയാണ്. അതുകൊണ്ട് എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ അത് കണ്ടില്ല കേട്ടില്ല നോക്കിയില്ല അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിക്കണം. ഈ സംഗതികളാണ് ഒരു അബ്യൂസറിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ടിരുന്നത്. നമുക്ക് അബ്യൂസറിനെ നമുക്ക് അയാൾ എന്നെ ഉപദ്രവിക്കുന്നു, പക്ഷെ നമ്മുടെ ഏറ്റവും അടുത്തയാൾ, നമ്മളെ സംരക്ഷിക്കേണ്ട ആൾ, നമ്മുടെ കൂടെ നിൽക്കേണ്ട ആളുകൾ നമ്മുടെ കൂടെ നിൽക്കാതെ വരുമ്പോൾ അതല്ലേ അതിലും വലിയ വേദന. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്യൂസർ ഇസ് അബ്യൂസിങ്, ബട്ട് ദോസ് ഹു ആർ, അതായത് മറ്റ് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളവർ ഒരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദനയും പ്രശ്നവും എല്ലാം ഉണ്ടാകുന്നത്. എൻ്റെ എല്ലാ തെറാപ്യൂട്ടിക് സെഷൻസിലും ഞാനിത് കാണുന്നതാണ്. അവര് പലപ്പോഴും വിക്ടിം ഏറ്റവും തകർന്ന നിലയിലേക്ക് പോകുന്നത് അവരുടെ കൂടെ അവരെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കേണ്ട ആളുകൾ അവരെ പിടിക്കാനായിട്ട് ഇല്ലാത്തത് കൊണ്ട് അവർ ചിലപ്പോൾ കാണാത്ത മട്ട് നിൽക്കും. ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയും. ഇനി ഞാൻ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുകളിലേക്കാവോ ഈ റെസ്പോൺസിബിലിറ്റീസ് മുഴുവൻ എന്നുള്ള ഒരു ഫീലിംഗ് വരും. അങ്ങനെ ഓരോ രീതിയിലും ഇവർ പലപ്പോഴും അബ്യൂസേഴ്സിന്റെ അടുത്ത് ഈ വിക്ടിമിന് ഒരു രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കാതെ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മൾ ഹ്യൂമൻസ് എന്ന് പറയുന്നത് വീക്കാണ്. വി ആർ നോട്ട് വെരി പവർഫുൾ ബീയിങ്സ് ഒന്നും അല്ല നമ്മൾ. അപ്പൊ നമുക്ക് എപ്പോഴും നമുക്കൊരു സ്ട്രെങ്ത് വേണമെങ്കിൽ നമ്മൾ വീക്കായിട്ടുള്ളവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടാണ് സ്ട്രെങ്ത് വരുന്നത്. ഓക്കെ, ഐ സപ്പോർട്ട് യു, യു സപ്പോർട്ട് മീ. അപ്പൊ 2 വീക്ക് പീപ്പിൾ ദേ സപ്പോർട്ട് ഈച്ച് അതർ. അവിടെ ഒരു ബലം നമുക്ക് കാണാനായിട്ട് പറ്റും. ആ വീക്കായിട്ടുള്ളവരാണേ പോലും 1ഉം 2ഉം പേർ ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിന് കുറച്ച് സ്ട്രെങ്ത് വരും. അപ്പൊ ഈ രീതിയിലെങ്കിലും നമ്മൾ വീക്കാണെങ്കിൽ പോലും ഒരു അബ്യൂസ് ഒക്കെ വരുമ്പോഴത്തേനും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആരെങ്കിലും കൊണ്ടുവരുമ്പോഴത്തേനും നമ്മളാലാവുന്ന എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ ചെയ്യാൻ നോക്കുക. അതല്ലാതെ ഇത് കണ്ട് നോക്കി നിൽക്കുന്ന, അത് എല്ലാവരുടെയും കാര്യത്തിൽ കയറി ഇടപെടാനാണെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പോകുന്നവരെയും വരുന്നവരെയും സോഷ്യലി ഒക്കെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ കുറേ ഒരു അബ്യൂസിനെതിരായിട്ടും ഇതിനെതിരായിട്ടും ഒക്കെ പ്രോഗ്രാംസ് നടത്താറുണ്ട്, സോഷ്യലി ഭയങ്കരമായിട്ട് ഇതാക്കാറുണ്ട്. പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന, നെയ്ബർഹുഡിൽ നടക്കുന്ന, നമ്മുടെ വീടിനകത്ത് നടക്കുന്ന, മുറികൾക്കകത്ത് നടക്കുന്ന അങ്ങനത്തെ അബ്യൂസേഴ്സിനെ നമ്മൾ പലപ്പോഴും അങ്ങോട്ട് മറയിട്ട് നമ്മൾ അതിനകത്തൊന്നും ഇൻവോൾവ് ആകാതെ കാര്യങ്ങളെ ഇങ്ങനെ ഒന്ന് ഒതുക്കി ഒരു മറയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന രീതികൾ കാണാറുണ്ട്. അപ്പോൾ ആരാണ് വേഴ്സ് ദാൻ ആൻ അബ്യൂസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്യൂസറെ അബ്യൂസ് ചെയ്യുന്നത് കണ്ടിട്ടും ഒരു വിക്ടിമിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ലെവലിൽ നിൽക്കുന്ന ആളുകൾ അത് കാണാത്ത മട്ടിലോ അതിനെ മനസ്സിലാക്കാതെ വിക്ടിമിന് യാതൊരുവിധ സപ്പോർട്ടും കൊടുക്കാതെ പോകുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തികളാണ് ഒരു അബ്യൂസറിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ. അതുകൊണ്ട് ഞാൻ ആരെ അബ്യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഞാൻ വലിയ ഒരാളാണെന്ന് വിചാരിക്കില്ല, അല്ലെങ്കിൽ ഞാനൊരു ഉത്തമനായ ആളാണ്, ഞാനൊരു വളരെ നല്ല മനുഷ്യനാണ് എന്ന് വിചാരിക്കരുത്. പക്ഷേ നിങ്ങളുടെ ജോലി ശരിയായിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അബ്യൂസറിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളായിരിക്കും. നമ്മളെല്ലാവരും ജീവിതത്തിൽ നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള, നമുക്ക് ടേക്ക് കെയർ ചെയ്യേണ്ട ചില ആളുകളുണ്ട്. ഇപ്പം എൻ്റെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടേക്ക് കെയർ ചെയ്യേണ്ടതാണ് അവരെ. അപ്പോൾ അവർക്കൊരു കാര്യം വരുമ്പോൾ അതിനകത്ത് കോൺഫിഡൻസോട് കൂടി ധൈര്യത്തോടു കൂടി നിൽക്കാനും അവരെ ആ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് ചേർത്ത് പിടിക്കാനും ഒക്കെ നമുക്ക് ഒരു മനസ്സും അതിനുള്ള കഴിവുകളും നമ്മൾ ഉണ്ടായിരിക്കണം. ആ രീതി വേണം നമ്മളെ ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അബ്യൂസ് ഒരിക്കലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നെവർ ഗിവ് അബ്യൂസ്, നെവർ ടേക്ക് അബ്യൂസ്, നെവർ സെൽഫ് അബ്യൂസ്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിനും നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള, നമുക്ക് ഒബ്ലിഗേഷൻ ഉള്ള, വൾണറബിൾ ആയിട്ടുള്ള, ഡിപ്പെൻഡൻ്റ് ആയിട്ട് ആളുകളെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. കാരണം നമ്മുടെ എല്ലാവരുടെ ജീവിതവും പീസും ഹാപ്പിനെസ്സും പ്രോഗ്രസ്സും നിറഞ്ഞതായിരിക്കണം. അങ്ങനെയുള്ള ജീവിതം നേടാനായിട്ട് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.